ജയിലർ 2-ന് ശേഷം തലൈവർ രജനികാന്ത് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തലൈവർ 173 എന്ന ചിത്രം. കമലഹാസന്റെ പ്രൊഡക്ഷൻ അണ്ടറിലാണ് ഈ ഒരു ചിത്രം വരാനിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡയറക്ടർ ആരാന്നുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ഇന്ന് രാവിലെ 11 മണിയോടെ ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. ശിവകാർത്തികന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ടുള്ള ഡോൺ ചിത്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള സിബി ചക്രവർത്തി ആയിരിക്കും തലൈവർ 173 ഡയറക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷം പൊങ്കലിന് ഗ്രാൻഡ് ആയിട്ട് പുറത്തിറക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇതൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു മാസ് എന്റർടൈനർ ചിത്രമായിരിക്കും കൺഫേം ആക്കിയിരിക്കുകയാണ്. വാത്തി, ലക്കി ഭാസ്കർ പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ സിനിമകളുടെ സമയത്തുള്ള വെങ്കി അല്ലൂരി ഏറ്റവും പുതിയ സൂര്യയ്ക്ക് വേണ്ടി സംവിധാനം ചെയ്തൊരുക്കുന്ന ചിത്രമാണ് സൂര്യ 46 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിലായിട്ട് ദുൽഖർ എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് വെങ്കി അല്ലൂരി. ആ ഒരു വെങ്കി അല്ലൂരിയുടെ ചിത്രത്തിൽ ദുൽഖറും സൂര്യയും കൂടെ ഒരേ ഫ്രെയിമിൽ എത്തുമ്പോൾ അതൊരു കിടിലം ഒരു എന്റർടൈനർ ചിത്രമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയുണ്ട്. അതൊരു ക്യാമിയോ റോളിലാകുമ്പോൾ നല്ലൊരു ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഷൈനികത്തിന്റെ റിലീസിന് മുമ്പേ തന്നെ നല്ലൊരു പ്രതീക്ഷയും ഹൈപ്പും ഉണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ഹാൽ എന്ന ചിത്രം. ഒരു റൊമാൻറ്റിക് എന്റർടൈനർ ചിത്രം കൂടിയായിരുന്നു. ചിത്രത്തിന് റെസ്പോൺസ് വന്നപ്പോൾ ഏകദേശം ഒരു ആവറേജ് ബിലോ ആവറേജ് റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിത്രത്തിന് കളക്ഷനിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീക്കിന്റെ തന്നെ ഏകദേശം 67 ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. വേൾഡ് ആയിട്ട് 75 ലക്ഷം രൂപയും. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം ഒരു ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. ബാലയെ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു അഖണ്ഡ ചിത്രത്തിന്റെ 2ാം ഭാഗം. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിനായി കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന് OTT റിലീസ് വരുന്ന ജനുവരി 9 നടക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു ചിത്രം OTT റിലീസിനെത്താനിരിക്കുന്നത്. ബാലയുടെ ആയാലും ഡാക്കു മഹാരാജയ്ക്ക് ശേഷം മിക്കവരും പുള്ളിയുടെ ആ ഒരു ആക്ഷൻ മോഡുള്ള ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നാലും നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു പ്രതീക്ഷയുള്ള ചിത്രമാണ് ചത്ത പച്ച എന്ന ചിത്രം. മമ്മൂക്കൊക്കെ ഒരു ക്യാമിയോ റോളിയായിട്ട് ഈ ഒരു ചിത്രത്തിൽ എത്തുമെന്നൊക്കെ തന്നെ അപ്ഡേറ്റ് ഉണ്ട്. അർജുന അശോകനും കൂടാതെ തന്നെ റോഷനൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ നായകന്മാരായി എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജനുവരി 22 ഉണ്ടായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു വൃഷഭ എന്ന ചിത്രം. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. കാരണം ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 70 കോടി രൂപയോളം വന്നു. ചിത്രം മൊത്തം കൂട്ടിലേക്ക് അറൗണ്ട് ഏകദേശം 2 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന് ഏകദേശം 97% ലോസ് ആണ് ചിത്രത്തിന് നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം വലിയൊരു പരാജയം തന്നെയായി മാറിയിരിക്കുകയാണ്. പാനന്തിൽ ലെവലിൽ വലിയൊരു പ്രൊമോഷനോടെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ലാലേട്ടൻ ചിത്രത്തിലാണ് ഈ ലെവലിലുള്ള ഒരു കളക്ഷനൊക്കെ ബീറ്റ് ചെയ്യാൻ സാധിച്ച് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോകുന്നത്. ജനനായകൻ ചിത്രത്തിന്റെ റിലീസിനെ ചുറ്റിപ്പറ്റി ചില അപ്ഡേറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്നത് ചില സീൻസിലെ ഡയലോഗ്സ് ഒക്കെ മ്യൂട്ട് ചെയ്തൊക്കെ വെക്കണമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുക. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ചില കറക്ഷൻസ് ഒക്കെ വരുത്തണം. ഈ ഒരു ചിത്രത്തിലെ ചില വയലൻസ് രംഗങ്ങളൊക്കെ മാറ്റണം എന്നുള്ള കറക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് സെൻസർ ബോർഡ്. അതൊക്കെ അവരെല്ലാം മാറ്റി ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി റീസബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ട് ഒരു റെസ്പോൺസ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി കിട്ടിയിട്ടില്ല. ഈ വരുന്ന ജനുവരി 9 ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസങ്ങളുള്ള സിനിമ റിലീസിനെത്താൻ സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഒരു ഒഫീഷ്യൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഈ ഒരു ചിത്രത്തിന് കിട്ടുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ണിമുത്തിന്റെ ചിത്രങ്ങളിൽ പക്ക ഒരു OTT മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മിണ്ടിയും പറഞ്ഞെന്ന ചിത്രം. പക്ഷേ ഇത് തിയേറ്ററിലേക്കായിരുന്നു റിലീസിന് എത്തിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിനായാലും ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ തന്നെയായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രവും കളക്ഷനൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏകദേശം ഇൻഷിലായിട്ടൊരു 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഈ ഒരു ചിത്രത്തിനും കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രവും തിയേറ്ററിൽ പരാജയമായി മാറിയിരിക്കുകയാണ്. നെസ്ലി നായകനെ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മോളിവുഡ് ടൈംസ് എന്ന ചിത്രം. ഇപ്പോൾ വിനീത് ശ്രീനിവാസനും മുകുന്ദനുണ്ണി അസോസിയേറ്റ് പോലുള്ള സിനിമകളുടെയൊക്കെ സംവിധാനമാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു കിടിലം ഫസ്റ്റ് ലുക്ക്. ഞാൻ ആദ്യം പ്രതീക്ഷിച്ച ഒരു മാസ് അല്ലെങ്കിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് ആണെങ്കിലും ഇത് പഴയ വിൻറ്റേജ് പിടിക്കുന്ന ഒരു കിടിലം ഫസ്റ്റ് ലുക്ക്. ചിത്രത്തിന് മേലെയുള്ള പ്രതീക്ഷ കൂടിയിരിക്കുകയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ടൈപ്പുള്ള ഒരു സിനിമ ആയിരിക്കുമെന്നൊക്കെ തന്നെ ഉള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെയുണ്ട്. തലൈവർ രജനികാന്തിന്റെ ഏറ്റവും പുതിയ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് ജയിലർ 2 എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ SRKയുടെ ഒക്കെ ഒരു ക്യാമിയോ ഉണ്ടെന്നൊക്കെ തന്നെയാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓഗസ്റ്റ് 14 ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സന്ദീപ് നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു എക്കോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ആയാലും OTTക്ക് ശേഷമായാലും ഭയങ്കര റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ചിത്രം തിയേറ്ററിലും വലിയൊരു വിജയം തന്നെയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ മറ്റു ഭാഷകളുള്ള തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയുള്ള OTT റിലീസ് നടന്നിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. രൺവീർ സിംഗ് നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ദുരന്തർ എന്ന ചിത്രം. ഒരു A സർട്ടിഫിക്കറ്റ് ചിത്രം ആദ്യമായിട്ടാണ് 1000 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുന്നത്. ചിത്രത്തിന് വലിയ രീതിയിലുള്ള വിജയം തന്നെയായിരുന്നു നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടി വരുന്ന മാർച്ച് 19 വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. ചിത്രം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 1205 കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ്. നിവിൻ നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഫാമിലി എന്റർടൈനർ ചിത്രമായിരുന്നു സർവമായ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ഏറ്റവും വലിയൊരു കളക്ഷൻ ഇവന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ചിത്രം വെല്ലുവായിട്ട്
ആയിട്ട് 80 കോടി രൂപ അല്ലെങ്കിൽ ഒരു 85 കോടി രൂപ റേഞ്ചിലോട്ടൊക്കെ കളക്ഷൻ ഇപ്പോൾ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ചിത്രം ഉടനെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ 50 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കുമെന്നൊക്കെ തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. നിവിൻ്റെ കരിയറിൽ തന്നെയായാലും ഏറ്റവും വലിയൊരു ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡ് ഇപ്പോൾ സർവ്വമായ എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് ശേഷം അടുത്ത ഹിറ്റ് അടിക്കാൻ വീണ്ടും നിവിൻ എത്തുകയാണ്. കാരണം നിവിൻ്റെ ഒരു കംഫർട്ട് സോൺ ആണ് ഒരു എന്റർടൈൻമെന്റ് സിനിമകൾ എന്നൊക്കെ പറയുന്നത്. അതുപോലുള്ള ഒരു കോമഡി എന്റർടൈനർ സിനിമകളുടെയൊക്കെ ഒരു കിടില സംവിധാനമാണ് ഗിരീഷ് ഏടി. പുള്ളിയാണ് ഈ തണ്ണീർമത്തൻ സൂപ്പർ സ്റ്റാർ പ്രേമലു പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇവരൊന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രം. ചിത്രത്തിന്റെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മമിതയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയെത്തുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ കോമഡി എന്റർടൈനർ ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ സംഗീതം റോഷനും ഒക്കെ മറ്റു പ്രധാന വേഷത്തിലായി ഈ ഒരു ചിത്രത്തിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ദിലീപേട്ടൻ നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ബബബ എന്ന ചിത്രം. ലാലേട്ടനൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് റിലീസിന് മുമ്പ് വരെ വലിയൊരു ഹൈപ്പൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിലീസിന് ശേഷം ഒരു മിക്സ്ഡ് റെസ്പോൺസിലോട്ട് ഈ ഒരു ചിത്രം പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ടോട്ടൽ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് 15 കോടി രൂപയും 26 ലക്ഷം രൂപയ്ക്ക് അടുത്തോളമാണ്. ഇന്നലെ മാത്രം ഏകദേശം ഒരു 20-25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് ആയിട്ട് 47 കോടി 50 ലക്ഷം രൂപയ്ക്ക് അടുത്തോളമാണ് ചിത്രത്തിന് ഇപ്പോൾ ടോട്ടൽ കളക്ഷനായി നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ വെർഡിക്റ്റ് ക്ലിയർ ആയിട്ട് പറയാറായിട്ടില്ല. കാരണം ചില സൈഡിലൊക്കെ പറയുന്നു 30 കോടി 40 കോടി 50 കോടി ഇത് ഏതെങ്കിലും ഒരു റേഞ്ചിലാണ് ചിത്രത്തിന് ബഡ്ജറ്റ് ഏകദേശം വരാനുള്ള ചാൻസ് കാണുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ വെർഡിക്റ്റ് 3 ഭാഗങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു ചിത്രം ആവറേജ് അല്ലെങ്കിൽ ഫ്ലോപ്പ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്നീ ലിസ്റ്റിലാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയി കാത്തിരിക്കുക.